ഹലോ ഹലോ. ആ അതെ, ആര്? ഇയാൾക്ക് ഇതിന് ഒച്ച കേട്ട ലോക്കം വരും. ഹലോ. ഓ ആർക്കാള് പോലെയാ കുമ്പ്. ഈ സാധനം ഇവിടെ എടുത്ത് കളഞ്ഞാലും ശരിയാവുള്ളൂ. ഹലോ. ആ അതെ, സുജയ. ചത്തിട്ടില്ല. അതെന്നല്ലേ പറയണേ, ചത്തിട്ടില്ലാന്ന്. അത് ഞാൻ എങ്ങനെ പറയാ? ഞാൻ കണിയാനൊന്നുമല്ല. ഹലോ ഹലോ. ഇവനൊക്കെ ആരോടാ നീ ഫോണിൽ കൂടെ അംഗം? മസ്കറ്റീന്ന് ഗീതമായുടെ നായര്. മുത്തശ്ശി ഇന്ന് ചാകുമെന്ന്. അതെനിക്ക് എങ്ങനെ അറിയാം? ഈ സാധനത്തിന് കിടക്കി കിടന്ന ചൊറിയോ? അത് പോയി കിടക്കാൻ മുറ മുത്തശ്ശ. വായി പൊളിച്ച് എന്ത് ശേല. പുലിയോ? മോനെ ഗംഗാര, ഗംഗാര. കഴിഞ്ഞോ? എന്ത് അമ്മായി ഇന്ന് രാവ് വെളുപ്പിക്കില്ലാന്ന് പണിക്കര് പറഞ്ഞല്ലേ സുനന്ദ പറയണേ? അതൊക്കെ ഈശ്വരൻ വിചാരിക്കുമ്പോ നടക്കട്ടെ. താൻ അകത്ത് പോയി നല്ല കിടക്കയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ആവുമ്പോ വിളിക്കാം. മണി 11:20. 12 കഴിഞ്ഞ പഞ്ചമം. പഞ്ചമത്തിൽ എന്തെങ്കിലും സംഭവിച്ച 5 മരണം എന്നാ. അതെ, അതെനിക്ക് പേടി. പേടിക്കണം? ഞാനെന്തിനാ പേടിക്കണേ? ഷുഗർ കൺട്രോൾ, പിന്നെ ഇത്തിരി കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ ബി പി അതിനെല്ലാം മരുന്ന് കഴിക്കുന്നത്. ചാവാൻ ഒരു പനി വന്നാ മതി. ഏയ്, ശ്രീധര മാമക്ക് ഇപ്പൊ എത്രയായി വയസ്സ്? ആ, എനിക്ക് വയസ്സ് എത്ര ആയിക്കോട്ടെ. ഞാൻ ചിലതൊക്കെ കണ്ടിട്ടേ പോവും എന്റെ ഗംഗാര. ഞാനും. അമ്മ കണ്ണു തുറന്നു. അതിന് കണ്ണു തുറക്കല്ലേ, ഇത് അടയ്ക്കല്ലോ. വാ, ഇനി തിരിച്ചു കയറണ്ട. പണ്ടും എനിക്ക് അതാ വിധി. കാര്യത്തോട് അടുക്കുമ്പോ സുനന്ദ പുറത്ത്. ഒരു ഡ്രസ്സ് എടുക്കുമ്പോ പോലും അതെ, എല്ലാവർക്കും നല്ല നല്ല ഡ്രസ്സ്. എനിക്ക് മാത്രം പൊട്ട. പഠിക്കാനാണെങ്കിൽ 24 മണിക്കൂർ പഠിപ്പന്നെ പഠിപ്പന്നെ പഠിപ്പ്. എന്നിട്ട് BEd റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. ഇളിക്കണ്ട. അതുപോലെ തന്നെ എന്റെ കല്യാണം. പൊന്നും വേണ്ട, പണവും വേണ്ട, ഞങ്ങക്ക് പെണ്ണിനെ മാത്രം മതിയെന്നും പറഞ്ഞ് നല്ല പുലിവീരന്മാര്, അമ്പിള്ളേരെ തന്തമാര് എന്റെ അച്ഛന്റെ പുറകെ നടന്നതാ അല്ലേടി? എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഒരു കോന്തൻ. ഞാനിത് കേക്കണം. അത്രയ്ക്ക് ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ലേ ഗംഗാരേട്ടാ? എന്നാൽ ഇങ്ങനെയൊക്കെ പറയാവോ സുനന്ദേച്ചി? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ സുരേഷേ. നിനക്കറിയാലോ, അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ വീടും കുടുംബം ഇട്ടെറിഞ്ഞു 1 കൊല്ലം ഇവിടെ വന്ന് നിക്കണം. കഴിഞ്ഞ 7 ദിവസമായി ഒരു മോളെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. അങ്ങനെ നോക്കിയതാ ഞാൻ എന്റെ അമ്മയെ. എന്നിട്ടിപ്പോ സുഖമായപ്പോ അമ്മയ്ക്കിപ്പോ ഞാൻ വേണ്ട, ആ ഹിന്ദിക്കാരി മതി. നീ പറ, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? സുനന്ദേച്ചി, എനിക്ക് കണ്ണീര് കാണാൻ വയ്യ. ഇപ്പൊ കേറി എനിക്ക് BP ആണോ? എന്നാ അതെടുത്ത് കുടിക്കേ. ഇത് ഷുഗറാ. എന്താ നീ കരണേ? ഒന്നുമില്ല. അമ്മ സീതനെ വിളിച്ചതാണ് കാര്യങ്കില് അവൾ അമ്മയുടെ മുറിയിലല്ല കിടക്കണേ. എടുത്ത് കിടന്നോട്ടെ, എനിക്കെന്താ? അമ്മ ഇല്ലാണ്ട് വളർന്നവള്, അതുകൊണ്ട് നമ്മുടെ അമ്മയെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടായി. അതുകൊണ്ട് എന്താ കാര്യം? അവൾക്ക് ഭാഷ അറിയില്ലല്ലോ. രാത്രി അമ്മയ്ക്കൊരു ആവശ്യം വന്നാൽ അവൾക്ക് മനസ്സിലാവില്ല. പിന്നെ എത്രയായാലും അവള് മരുമോളല്ലേ, നിന്റെ അത്ര ഒക്കുവോ? ഏട്ടനത് മനസ്സിലായല്ലോ, എനിക്കത് മതി. എന്റെ ഏടത്തി, എനിക്ക് ഏടത്തിയോട് ഒരു വിഷമവും ഇല്ല കേട്ടോ. ഏടത്തി കുറച്ചു ദിവസമല്ലേ ഇവിടെ ഉണ്ടാവൂ. ഇവിടെ വേറെ ഉണ്ടല്ലോ ചില നീത്യാരമ്മമാര്, അവര് ചിലത് മനസ്സിലാക്കണം. അതിന് ഞാൻ ചില കാര്യങ്ങൾ പറയും. എന്റെ ഏട്ടാ, പരദൂഷണം പറയുന്ന സ്വഭാവം പണ്ട് നാളേ എനിക്ക് ഇല്ലാതെ ഏട്ടൻ അറിയാലോ. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു മിസ് ഇന്ത്യ. ഏതോ വലിയ രാജകൊട്ടാരത്തിൽ ജനിച്ചു വളർന്നു എന്നാ ഭാവം. ഒരു കള്ളച്ചടക്കാരന്റെ മോളാ. ആ മുറിന്ന് ഇറങ്ങും സർക്കിയിട്ട് പോവാൻ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ല. അവനാണെങ്കിലോ അവള് വേണ്ടെന്ന് പറഞ്ഞ മൂത്ത ഒഴിക്കില്ല. ഉണ്ടായ കാശ് മുഴുവൻ കൊണ്ട് ആ തന്തയുടെ കൂടെ കൂടി ഒരു ചാരായ കമ്പനി തുടങ്ങി. അത് പൂട്ടി. നമ്മുടെ അമ്മയുടെ മുറി കയറാനേ അവൾക്ക് അറപ്പാന്ന്. അവളെ പറഞ്ഞിട്ടെന്താ, സ്വന്തം മോള് കയറണില്ല. ദുബായ്ക്കാരന്റെ ഭാര്യയല്ലേ, മാസാമാസം ഡ്രാഫ്റ്റ് വരും. എന്നാ നമ്മുടെ അമ്മയ്ക്ക് അനാസ്യം വാങ്ങിക്കാൻ ഒരു പൈസ. അവന്റെ വീട്ടിലെ അവക്ക് സുഖം പോരാന്ന്. അമ്മായിമ്മയും മരുമോളും എന്നും കീരിയും പാമ്പോ. പരദൂഷണം അല്ലാട്ടോ, ഏട്ടനും എടുത്തി മനസ്സിലാക്കണം. അതെന്നെ. മേഴ്സിയേ, എന്താ അമ്മയുടെ മുറിയിലെ എന്റെ കിടക്കയുടെ വിരി ഒന്ന് മാറ്റിക്കോളൂ. ദേ, ഈ നേഴ്സ് ഉള്ളതാ എനിക്ക് ആകെ ഒരു സഹായം. പക്ഷെ അതോ ഇവിടുത്തെ ന്യൂസ് പിടിക്കാൻ ആ ഡോക്ടർ അമ്മ വെച്ചതാ. ഇവിടെ ഇപ്പൊ മക്കളും മരുമക്കളുമായിട്ട് നമ്മൾ എല്ലാരും ഇല്ലേ? എന്നിട്ടും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു നേഴ്സിനെ വെക്കണം. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ദേ, ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയെന്നറിയോ? ഇനി ഞാൻ ഏറ്റു. മേഴ്സി, ഇതെങ്ങോട്ടാ? ഞാൻ പോവാണ്. അയ്യോ, അതെന്താ? അമ്മച്ചി പറഞ്ഞു പൊയ്ക്കോളാൻ. പിരിച്ചുവിട്ടോ? അയ്യോ. മേഴ്സി, ഒരു കാര്യം ചെയ്യും,
ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മേഴ്സി എന്നെ ഒന്ന് വിളിക്കേ. മേഴ്സിക്ക് ഞാൻ മസ്കറ്റിൽ ഒരു ജോലി ശരിയാക്കി തന്നാലോ? തരട്ടെ? മേഴ്സിക്ക് ഇഷ്ടമല്ലേ ഗൾഫ്? എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഹ, അതാണോ കാര്യം? അതിനെന്താ, ഒരു പാസ്പോർട്ട് എടുക്കണം. അതിന് എത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാൽ അതാ ഞാൻ തരാം. ആ, എൻ്റെ കയ്യിൽ കാർഡില്ല. ഇവിടെ വിളിച്ചാൽ മതി. ഞാൻ പോട്ടെ. ഓ, എന്താടി? എന്താ? ആ. എന്തിനാ നിനക്ക് ഈ വേണ്ടാത്തൊരു ഗൗരവം? ഞാൻ നിനക്ക് നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? എന്താ? ഒരു സ്പ്രേ. ആഹാ, ആ, നല്ല മണ. ആണോ? ആ. എന്നാലേ എനിക്ക് വേണ്ട. ആഹാ. എന്താ? കണ്ണീനു പൊൻകണി. എന്താ? ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. എന്താ? എന്താ വേണ്ടേ? സുനന്ദേച്ചി ഇല്ലേ? എന്തിനിപ്പോ സുനന്ദേച്ചി? ചേച്ചി എന്താ? ആ, ഇനി മതി. അകത്തേക്ക് കയറിപ്പോ. നീ അല്ലേ സുനന്ദ പറഞ്ഞു 1 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന്? പറഞ്ഞനുസരിച്ചാ മതി. ആ. അകത്തേക്ക് കയറിപ്പോണ്ട് മനുഷ്യ. ഇതാ ഇപ്പൊ നന്നായി. ഓരെ കണ്ടാല സുരേഷിനെ പോലെ പല്ലിച്ചങ്ങ് നിന്നോളൂ. എന്താടി? മോരുണ്ടെങ്കിൽ നാഴി മോര്. ഇവിടെ മോരൊന്നും ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇല്ല എന്താടി? മോര്. ഇത്തിരി മോര് കൊടുക്കാറുന്നില്ലേ അടുത്തേ? എന്താ? ഏയ്, ഒന്നുമില്ല. ആ ആ. ആരെ എടുത്തിയോ? അല്ല മോര്. ആ, പോയി. സുനന്ദക്ക് ഇപ്പോഴും എന്റെ സംശയ. സംശയിക്കണമല്ലോ, പെണ്ണുങ്ങൾ കണ്ടാ വിടുവോ? ഞാൻ നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് കാണും. ആ പാടത്തിനടുത്ത വീട് ഒറ്റയ്ക്കാ ഒരു വീട്ടില്. രാത്രി. ആ, പാവം. Oblangatekliptos. ഇതാ എവിടുത്തെ അറിയാനം? ഇവിടെ ജീവനുള്ള അരണ്യങ്ങളൊന്നുമില്ല അല്ലേ ചേച്ചി? ഇത് നീ ഇതുവഴി കാണിച്ചു തരട്ടെ. ഇതെന്താ കുളത്തിലാ കളി? പോ 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 പോ. എനിക്ക് നീന്തേണ്ട നേരായി. അയ്യോ, ഞങ്ങളുടെ അരണ്യങ്ങള്. അരയന്നങ്ങളാ? എവിടെ? ദാ. ഓ, ഇതാണ് അരയന്നങ്ങള്. ചെറിയച്ച, എന്താ ഇത്? പാവം ശൈത്താൻ. ഏലം ഏലം ഏലേലം. നീന്താൻ അറിയില്ല സാധനത്തിന്. ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ ഉണ്ട്. ആഹാ ആഹാ ഈഹി. ഒരു തമാശ ആയിട്ട് തരട്ടെ. എന്താടി? ഇടി അസത്തവിടെ പൊങ്ങം.
ഞാൻ പഠിപ്പിക്കാം നീന്താൻ. നിന്റെ ചെറിയമ്മ വരച്ചിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണ് നീ വിട് വിടറി മുമ്പടി എടി അസത്യം വിടാൻ. ശ്ശോ, വിടരെ. അയ്യോ, 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 ദേ കാറ്റ് പോണു. ഞാനിപ്പോ മുങ്ങിപ്പോ. ദേ കാറ്റ് പോണു. അയ്യോ, അയ്യോ, ഓടി വന്നേ. സുജേ, സുജേ രക്ഷിക്കണേ. അയ്യോ, ഞാൻ നീന്താൻ അറിയാൻ പാടില്ലാത്ത ആളാണ്. അയ്യോ, ഞാൻ പൊത്തിയിട്ട് പിന്നെ പോയി. അയ്യോ, ഓടി വന്നേ. അയ്യോ ചത്തുപോകും. ഇത്തിരി വെള്ളം കുടിക്കട്ടെ, അപ്പൊ നീന്താ. അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. ഞാൻ പേടിച്ചു വല്ല അടിയും വഴക്കും ഉണ്ടാക്കുമെന്ന. ഞാനിപ്പോ ഒരു പാവമല്ലേ, പഴയ സ്വഭാവമൊക്കെ എന്നെ വിട്ടു. നല്ലൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. ഏട്ടൻ വന്നിട്ടുണ്ടോ? കാർ കിടക്കണം. അമ്മ വിളിച്ചു വരുത്തിയതാ. ഏ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം? എല്ലാരും കൂടി ഭയങ്കര സംസാരമായിരുന്നു. അവസാനം അമ്മ കരഞ്ഞു. ഒരു കാര്യം എല്ലാവരും ആലോചിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താ നിക്കണ കേസാ. ആര് നിൽക്കും? വാദിവാ നിൽക്കും എന്ന് വെച്ചാൽ രവിളിയും ജയിക്കും. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം രവികളിന് 2 കുട്ടികൾക്കും ഈക്വൽ ഷെയറിന് അവകാശമുണ്ട്. ദാറ്റ്സ് ഓൾ. എന്തോട്ട് സക്സഷൻ ആക്ട്? നമുക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീലിനെ കാണാം. അതെ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് കോടതിയിൽ അല്പം നെർവസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ലോ പോയിന്റുകൾ പച്ചവെള്ളം പോലെയാ. കോടതി കേസൊന്നും വേണ്ട. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? രവിയേട്ടന്റെ മക്കൾക്ക് അവകാശമുള്ളത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. എന്തായാലും അത് നമ്മൾ ചെയ്യണം. ഒന്ന് പോടി കൊടുന്ന്. നീ കൊടുത്തോ? അമ്മയല്ല ആര് പറഞ്ഞാലും ഒരു പൈസ ഞാൻ കൊടുക്കൂല. ഇവളൊരു കഴുത. ബുദ്ധിയില്ല, ബോധമില്ല. എനിക്ക് ബുദ്ധിയില്ല, ബോധമില്ല. നിങ്ങൾക്ക് കണ്ടല്ലോ, അത് മതി. ഞാൻ അമ്മയുടെ ഭാഗത്ത. രവിയേട്ട, രാവിലെ മുതൽ അമ്മ അന്വേഷിക്കുക. എന്താ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമായോ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കോടതിയുടെയും കേസിന്റെ കാര്യം പറഞ്ഞാട്ടോ. എന്താ സുനന്ദേ? ഓ, ഒന്നും അറിയാത്ത പാവം. അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. എല്ലാ കളിയും കളിച്ചിട്ട് മാറുക, എന്നിട്ട് പിന്നിലിരുന്ന് ഇങ്ങനെ വലിക്കുക. കൊച്ചു കള്ള. കൈയെടുക്കടാ. ചൂടാവല്ലേ? അതിനാളുണ്ട്. അതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നീനമോളെ. ഇനി നിന്റെ മുറിയുടെ പരിസരത്ത് വരാൻ പറ്റില്ലെന്ന് എടുത്തി പറയാം. നീനമോള് പോണു. ആരും ഒന്നും പറയണ്ട. ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല. ഹരി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും? ഞാൻ എന്റെ വീട്ടിലേക്കാ പോണത്. ഹരി അവിടെ വരും. എന്തിനാ നീനമോളെ ടാക്സി? ഇവിടെ കാറുണ്ടല്ലോ. വണ്ടി എടുക്കടാ. വേണ്ട. അല്ല, ബെൻസിൽ സുഖായിട്ട് പോയേ. നീനമോളെ, അസത്ത്. ഇനി അവളുടെ ഡമ്പ് കാണണ്ടല്ലോ. വഴക്കിട്ട് പോവാ. എന്താ, നിന്നെ ബോധിപ്പിക്കണോ? എനിക്ക് തോന്നണത് ഇത് രവിയേട്ടന്റെ സൂത്ര. ഓരോരുത്തരായിട്ട് ഇവിടുന്ന് ഓടിക്കാലോ. അല്ലെങ്കിൽ വെറുതെ ഒരു പെണ്ണിന്റെ മുറി കയറി ഇങ്ങനെ ഒരാൾ നോക്കി നിൽക്കോ. ഒന്ന് തൊടുവെങ്കിലും ചെയ്യില്ലേ? അതൊരു പോയിന്റ് ആണല്ലോ. ഉടനെ രാജേട്ടന് വിവരം അറിയിക്കണം. വണ്ടി ഇറക്കണോ? നീ പോടാ അവിടുന്ന്. ദേ, ഇവന്റെ മുമ്പിൽ വെച്ചൊന്നും പറയണ്ടേട്ടോ. ഇവൻ അമ്മയുടെ സീഡിയാ. ഇങ്ങോട്ട് വന്നേ. രവി, ഇത് കുടുംബം കൊളാവണ പ്രശ്ന. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനൊരു നല്ല മരുന്നുണ്ട്. ചുട്ടടി. ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, ചോദിക്കാനും പറയാനും ആളുടെ തോന്നിപ്പിക്കണം. അല്ലെങ്കിൽ പോക്കാ. അവൻ വന്നതിന് ശേഷം ഞാൻ സൂചനകൾ വരാത്ത. അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്താ, ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്. നീ വരാത്തോണ്ടാ ഇവൾക്ക് പരിഭവം. രവിമാമയല്ല, ദാ കിഴക്കേ വഴി കൂടെ വരുന്നുണ്ട് ഒരാള്. ആരാ? ഗീതമ്മയുടെ ഹീറോ സുരേഷോ? എന്തിനാണാവോ? ഒരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് മാറി നിന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ. അല്ല, ആരാ അത്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? അതിന് ശ്രീധരമാമയ്ക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ. വാ വാ, കേറിയിരിക്ക്. എന്താ? ഞാൻ ഇത്തിരി ടെൻഷനില്ല. അറിയാം, കാര്യങ്ങളൊക്കെ ഒപ്പം പറയുന്നുണ്ട്. അറിഞ്ഞോ? ഇയാളെയൊക്കെ ചാട്ടവാറിനടിക്കല്ലേ വേണ്ടത്? സ്വന്തം അനിയന്റെ ഭാര്യ. ആ, അതൊക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ശരിയാ, നമ്മൾ മാന്യന്മാർക്ക് സംസാരിക്കാൻ പറ്റിയ വിഷയമല്ല. ആ, സുരേഷ് ഇപ്പൊ എന്താ അങ്ങോട്ട് പോന്നേ? വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. ആ, പറയാനുള്ളത് രവിയളിയനോടാ. ഓ. അയാളോട് ഞാനിനി സംസാരിക്കില്ല. അതുകൊണ്ട് ശ്രീധരമാമ പറയണം. എന്താ കാര്യം? അയാളുടെ വിരട്ടലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഓ. എന്നോട് കളിച്ചാൽ കളി ഞാൻ പഠിപ്പിക്കും. പെങ്ങൾ ഇവിടെ വീട്ടിൽ നിൽക്കും, ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോകും. എനിക്ക് വേറെ കിട്ടും പെണ്ണ് അല്ലേ? പിന്നെ ആ ആ, രവി അല്ലേ വരണത്? ആ, എവിടെ? ആ വരമ്പത്ത് കൂടെ വരണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, അകത്തി എന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണണ്ട. ശരിയാ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ശരിയാവില്ല. വെറുതെ വല്ലതും ചെയ്തു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ, വലത്തോട്ട് പോയിട്ട് ഇടത്തെ ഭാഗത്തേക്കുള്ള മുറി. ആ ആ, അതന്നെ 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 അതന്നെ. രവി, അളിയന്മാരോടൊക്കെ പെരുമാറേണ്ട രീതിയിൽ പെരുമാറണം കേട്ടോ.
എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിന്നെ കൊല്ലാൻ. എന്റെ കുടുംബം നീ തകർക്കൊല്ലടാ. എന്റെ പെങ്ങളെ നീ ഉപേക്ഷിക്കല്ലോ. ഇല്ല, സത്യം എന്റെ അമ്മയാണ് സത്യം. നിന്റെ സത്യം എന്താ നീ പറഞ്ഞേ? എന്റെ എന്റെ ഭാര്യ കിടക്കുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ നിൽക്കണം. ഇല്ല, അയ്യോ അറിയില്ല. എന്നെ കൊല്ല. അയ്യോ രവേട്ട, വേണ്ട. അയ്യോ അയ്യോ രവേട്ട, ഞാൻ കാല് പിടിക്കാം. ഞാൻ ചെയ്തു പോയതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാല് പിടിക്കാം. ഇനി നീ കാരണം എന്റെ ഗീതയുടെ കണ്ണൊന്ന് കലങ്ങിയാൽ ഇനി ഒരിക്കലും അതും ഉണ്ടാവില്ല. ഇനി നീ നീനയുടെ മുഖത്ത് നോക്കാനുണ്ടല്ലോ. കൊന്നു തന്നെ, ആ നിമിഷം കൊന്നു. വെറുമാക്കല്ലോ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ കൊല്ലു ഞാൻ. അല്ല, സത്യം ഗീതയാണ് സത്യം. എന്റെ മോനാണ് സത്യം. എന്താ ഇവിടെ ഒച്ച കേട്ടത്? ഒന്നുമില്ല. ചിലപ്പോ എലി ഓടിയതായിരിക്കും. ആ ശരിയാ, ഇവിടെ ഭയങ്കര എലിശല്യ, അതും കോഴി പോലത്തെ എലി. ആ കുടിക്കാൻ തന്നെ എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട, സുരേഷ് എന്തെങ്കിലും കൊടുക്കും. ആ വേണോ? ആ വേണം. സുജ ഇത്തിരി ഗോമൂത്രം കിട്ടുമോ നോക്കുന്നുണ്ട്. ഗോമൂത്രോ? ആ, ഈ ഗോമൂത്രത്തിൽ കടുക്ക ഉപ്പിട്ട് കുടിച്ചാ വില നീർക്കട്ടോ ചതവോ ഉണ്ടെങ്കിൽ നല്ലതാ. ആർക്കാ? ആർക്കും കുടിക്കാം, സുരേഷിന് കുടിക്കാം. അയ്യോ പോരാ പോരാ, നാളത്തെ ഫ്ലൈറ്റിനുണ്ടെങ്കിൽ നാളെ തന്നെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഈ നമ്പറിൽ വേണ്ട, എൻ്റെ വീട്ടിലെ നമ്പറില്ലേ ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതെ, ഓക്കെ, താങ്ക് യു. ഗംഗേട്ടൻ പറഞ്ഞു നീ വീണൂന്ന്. എൻ്റെ അടുത്ത് ഒന്ന് വീണു, ഇച്ചിരി കടുപ്പമായി പോയി. എവിടെ വീണു? അത് നമ്മുടെ ശ്രീധരമാമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ പാറക്കൂട്ടങ്ങളില്ലേ, നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ. ആ പാടവും പുഴയും. ഞാൻ ആ ഭംഗിയൊക്കെ കണ്ട അങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അടി തെറ്റി ഒരൊറ്റ വീഴ്ച. ഒരു 10-40 അടി താഴേക്ക്. എന്നിട്ട് എല്ല് വല്ലതും പൊട്ടിയോടാ? എല്ല് മാത്രം പൊട്ടിയില്ല. ഭാഗ്യം. ഈ വേദനയും വെച്ചിട്ടാണ് നീ ഇപ്പൊ തിരിച്ചു പോകാൻ പോണത്. അല്ല, അത് പിന്നെ ഗൾഫിൽ പുതിയ റൂള് വരികയല്ലേ, എടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ. ആ ഇനി പഴയതുപോലെ ഒന്നുമല്ല, വിസക്കൊക്കെ വലിയ പ്രശ്ന. അതിന് നിനക്കെന്താ പ്രശ്നം? നിനക്ക് റെസിഡന്റ് വിസ ഇല്ലേ? അതെ, എന്നാൽ ഉടനെ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പ്രശ്ന. അല്ല, ഷോപ്പിലെ നീ ഇപ്പൊ പോയാൽ ശരിയായില്ലെന്ന് ഏട്ടൻ പറയുന്നത്. രവിളിയെ നമ്മളെല്ലാം തുരത്തോടിക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. തൽക്കാലം നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ. തന്നെയുമല്ല, ഞാനല്ല ഗീതയല്ലേ നിൽക്കേണ്ടത്, അവളിവിടെ ഉണ്ടല്ലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് തല കാണിക്കണം. എന്താ സുരേഷ് തിരിച്ചു പോവാണ്? അതെ രവേട്ടാ, എനിക്കവിടെ ചെന്നിട്ടൊരു അത്യാവശ്യം. ഗീതയോ? അവളിവിടെ ഉണ്ട്. അവൾക്കും മോനും കൂടെ ഒരു ടിക്കറ്റ് പറഞ്ഞേക്ക്, അവരും പോരട്ടെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ വിസയുടെ കാര്യമാണ്. രവിയേട്ടൻ പത്രം വായിച്ചില്ലേ? നിയമമൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം? അവിടെ ഷോപ്പിൽ നിന്റെ അനിയന്മാരൊക്കെ ഇല്ലേ? ഗീതയ്ക്കും മോനും കൂടെ ഒരു വിസ ഏർപ്പാടാക്കും. അവിടെ ഫ്ലാറ്റ് ഉള്ളതല്ലേ, അവരും പോരട്ടെ, അതല്ലേ നല്ലത്. അതെ, പക്ഷെ പെട്ടെന്നൊരു വിസ കിട്ടാൻ വിസിറ്റിംഗ് വിസ കിട്ടുമല്ലോ. അത് കിട്ടും. അവിടെ ചെന്നിട്ട് ബാക്കി ശരിയാക്കിയാൽ മതി. അവൾ എത്ര കാലാന്ന് വെച്ചാൽ പിരിഞ്ഞു നിൽക്കുക. നീ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരുമിച്ച് പോവാ. ഏട്ടൻ പറഞ്ഞല്ലേ സുരേഷ് നല്ല സ്നേഹമുള്ളവനാ, അല്ലേ സുരേഷ്? ആ വാ പറയട്ടെ. എന്താടാ നീ കോടതിയുടെ മുമ്പിൽ പ്രതി നിൽക്കണ പോലെ? അങ്ങനെ തോന്നിയോ? എന്താടാ നീയും ഏട്ടനും കൂടെ ഞങ്ങളെ പറ്റിക്കാൻ വല്ല കോംപ്രമൈസ് ഉണ്ടാക്ക? ഏയ്, ഞാൻ വേറൊരു വഴിയിൽ മൂപ്പരൊന്ന് പിടിക്കാൻ നോക്കിയതാ. അവനെ വരച്ച വരെ നിർത്തിത്തരേട്ടൻ പോരെ. ഇനി അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇന്നലെ കൈ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് വന്നത് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോട്ടെ സുരേഷ് ഏട്ടൻ. നീ ഇത്ര പാവായി പോയില്ലോടി. അവൻ നിന്നെ വിട്ടുപോകുന്നില്ല, ഏട്ടനെ പേടിച്ചിട്ടല്ല. നിന്റെ ഈ സ്നേഹം അതങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. ലോകത്ത് ആരെ എന്തിനേയും ജയിക്കാൻ പറ്റിയ ഒരേ ഒരു ആയുധമുള്ളൂ. എന്താ അത്? സ്നേഹം. അതില്ലാണ്ട് വരുമ്പോഴാണ് ചതിയും വഞ്ചനയും പകയൊക്കെ ഉണ്ടാവണം. ആ ഏട്ടൻ വിളിപ്പിച്ച് വേറൊരു കാര്യം ചോദിക്കാനാ. സുനന്ദയ്ക്ക് എന്താ അടി പറ്റിയത്? എന്താ അവളുടെ കുഴപ്പം? അസൂയ തന്നെ, അല്ലാണ്ടെന്താ? ചേച്ചി വിചാരിച്ചൊന്നും കിട്ടിയില്ല അത്രേ. അതിന് ബാക്കിയുള്ളവരുടെ ദേഷ്യം നമ്മളെന്താ ചെയ്യാ? പാവം. ഏലം ഏലം. ഇയാളെന്താ ഇവിടെ നിൽക്കുന്നത്?
ഭൈരപ്പ, സുനന്ദേ. യ്യോ, 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 കൊല്ലല്ലേ. എന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലല്ലേ. യ്യോ, ചത്ത് ജീവിക്കുന്നയാൾക്ക് പിന്നെയും ചാവാൻ പേടി. ചത്ത് ജീവിക്ക്. അതെന്താ? അതല്ലേ നിങ്ങളിപ്പോ ചെയ്യുന്നേ? ചത്ത ശവം പോലെ ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തുണ്ട്? നിങ്ങൾ ആരാ? ഞാൻ ആരാ? അഡ്വക്കേറ്റ് ഗംഗാധര മേനോൻ. എന്ന് അളിയൻ മാത്രം പറയും, ബാക്കിയുള്ളവർക്കൊക്കെ സുനന്ദയുടെ ഭർത്താവ്. അതെനിക്ക് സന്തോഷാ. സുനന്ദ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടേ. സ്നേഹം എന്ന് പറയുന്നത് ഇതല്ല. സ്നേഹന്റെ പരിഭവം ഉണ്ടാവും, പിണക്കുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. തെറ്റ് കണ്ട ശാസിക്കും, തിരുത്തും, ചിലപ്പോൾ അടിക്കും. അടിക്കേ? ആ, ചില കാര്യങ്ങൾക്ക് അതും ഒരു നല്ല മരുന്നാ. ഉപദ്രവിക്കാനല്ല, തിരുത്താൻ. ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ പേടിക്കണം. പേടിയുണ്ടല്ലോ എനിക്ക്. അത് സുനന്ദയല്ലേ? ആ പേടിയല്ല ഞാൻ പറയുന്നത്. ഈശ്വരനെ പേടിക്കണം, ഗുരുവിനെ പേടിക്കണം, ചില കാര്യങ്ങൾക്ക് അമ്മയെ പേടിക്കണം, അച്ഛനെ പേടിക്കണം, ഭാര്യയെ പേടിക്കണം, മക്കളെ പേടിക്കണം. അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോകും ജീവിതം. അളിയനും അളിയന്റെ അനിയനും കൂടെ അല്ലേ കോടതി പ്രാക്ടീസ് ചെയ്തിരുന്നത്? പിന്നെന്താ നിങ്ങൾ പിരിഞ്ഞത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ രണ്ട് കുടുംബങ്ങളും ഒന്നായിട്ട് ഒരിടത്തല്ലേ താമസിച്ചിരുന്നത്? അവിടെ നിന്ന് എന്താ പോകുന്നത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. ഇനി നാളെ സുനന്ദയ്ക്ക് അളിയനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അളിയൻ എന്ത് ചെയ്യും? അപ്പൊ ഈ കുളത്തില് ഈ ട്യൂബ് ഇല്ലാണ്ട് അങ്ങനെ ചാടുക.